ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നായിരുന്നു. ഓക്കെ ആണോ, എന്താ ഇപ്പോഴത്തെ അവസ്ഥ, കേസ് എങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുറച്ച് ഡേയ്സിൽ ഈ ലീഗൽ ഫോർമാലിറ്റീസിൻ്റെയും അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു. അത് മാത്രമല്ല, അന്ന് തന്നെ വണ്ടി ഇടിച്ച കേസിൽ എനിക്ക് കൈക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. അപ്പോൾ ഫിസിക്കലിയും ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ലാഗ് വന്നേ. പിന്നെ കേസിന്റെ കാര്യം എന്തായി എന്നൊക്കെ ഉള്ളത് ആക്ച്വലി പറയാനുണ്ട്. ബട്ട് ഇപ്പോഴുള്ള കേസ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് റിവീൽ ചെയ്യാനോ ഡിസ്ക്ലോസ് ചെയ്യാനോ പറ്റില്ല. ഷുവറായിട്ടും ഞാൻ ഇതേപോലെ പറയുന്നതായിരിക്കും. ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നടന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലൈഫിൽ എന്തോരം പ്രശ്നങ്ങളാണ്, അവർ ഗോത്രൂ ചെയ്ത സ്റ്റേജും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നല്ലതിനാണെങ്കിലോ, അതാണ് നമ്മൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം സ്ട്രഗിളൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, എന്തിനാ ദൈവം എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ തരണേ, അല്ലെങ്കിൽ എന്തിനാ ഞാൻ ഇത്രയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കണേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും അനുഭവിക്കേണ്ടി വരണേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റ് ഒന്ന് ഓവർകമായ അല്ലെങ്കിൽ ഒരു പടി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഇവോൾവ്ഡ് വേർഷൻ ഓഫ് അസ് എന്ന് പറയുന്നത് ശരിക്കും ആരെ കൊണ്ടും പിന്നീട് തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൊമെന്റ് തന്നെയായിരിക്കും. അപ്പോൾ സ്ട്രഗിൾ വരുമ്പോഴാണെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണെങ്കിലും നമ്മളൊക്കെ ഒരുപാട് സഫർ ചെയ്യും, ഇരുന്ന് കരയും, രാത്രിയും പകലും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കും. ബട്ട് ദർ വിൽ ബി എ ഡേ നമ്മൾ ഈ കരഞ്ഞതിനൊക്കെ ചിരിക്കുന്നൊരു ദിവസം. ആൻഡ് സൂൺ നമ്മൾ പറയില്ലേ, ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കരയേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു ശക്തി, ഒരു പവർ അതിനെല്ലാം നമുക്ക് തിരിച്ചു തരും. അല്ലെങ്കിൽ ആ കരച്ചിലിനെല്ലാം മറുപടി ആയിട്ടൊരു ദിവസം ഉണ്ടാവുമെന്ന് നമ്മൾ പറയില്ലേ, ഇറ്റ് വിൽ കം ഫോർ ഷുവർ. അപ്പം ഈ സ്ട്രഗിൾ ചെയ്യുന്നവരോടാണെങ്കിലും വിഷമിക്കുന്ന ആൾക്കാരോടാണെങ്കിലും ഒക്കെ എനിക്ക് പറയാനുള്ളത്, കീപ്പ് ഓൺ ഗോയിങ്. നിങ്ങളുടെ ഇപ്പോഴുള്ള വിഷമം കാര്യങ്ങളും ഒരിക്കലും ലൈഫ് ലോങ് ഉള്ളതല്ല, ഒരു ദിവസം വരെ തന്നെ ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കുക. എന്തൊക്കെ സ്ട്രഗിൾ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒന്നും ഗീവ് അപ്പ് ചെയ്തെല്ലാം അവസാനിപ്പിച്ച് പോവാൻ നിൽക്കരുത്. ആ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എല്ലാം നിർത്തണം എന്നുള്ള ഒരു മൊമെന്റിലെ ആ ഒരു ധൈര്യം മാത്രം മതി ആക്ച്വലി നമ്മളെ മുന്നോട്ട് നീക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോയിലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഞാൻ ഭയങ്കര മൊത്തം കിളി പോയി അങ്ങനെ ഡൗൺ ആയിട്ട് അങ്ങനെയൊക്കെയാണ്. ബട്ട് ഇപ്പം എനിക്കിങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഏതോ ഒരു ഹോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പിൽ ബിലീവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ആൻഡ് ആ ഹോപ്പിനുള്ള ഒരു മറുപടി വൈകാതെ തന്നെ എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ള ആ ഒരു ഇതിലും വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ മേ ബി കാലം എടുക്കുമായിരിക്കും, കുറച്ച് ടൈം എടുക്കുമായിരിക്കും, കേസാണെങ്കിലും എന്താണെങ്കിലും. സോ അതുവരെ ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ചെയ്തതിനുള്ളത് ഈ ആൾക്കാർ തെറ്റാണെങ്കിലും എന്താണെങ്കിലും അത് ഈ ഒരു ഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് കിട്ടും ആക്ച്വലി അതിൻ്റെ പ്രതിഫലം എന്താന്നുള്ളത്. അപ്പോൾ ട്രസ്റ്റ്നെസ് എല്ലാം ശരിയാവുക തന്നെ ചെയ്യും. പിന്നെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഇനി നെക്സ്റ്റുള്ള വീഡിയോസിലോ അല്ലെങ്കിൽ നെക്സ്റ്റുള്ള ഏതെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ബാക്ക് ടു നമ്മുടെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.